എന്റെ ക്യാമറ ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒന്ന് പകർത്തി. ഇപ്പോൾ അത് എന്റെ കാഴ്ച കവർന്നെടുക്കുകയാണ്. ഞാൻ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, വന്യതയുടെ ആഴത്തിലുള്ള അഗാധമായ നിശബ്ദതയെ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ 3 മാസം മുൻപ് ആ നിശബ്ദത ഭയാനകമായി മാറി. വിദൂരമായ ഒരു വനത്തിൽ ഒരു ചുവന്ന കുറുക്കനെ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ ഞാൻ വിചിത്രമായ ഒന്ന് ശ്രദ്ധിച്ചു. എന്റെ ഫ്രെയിമുകളുടെ മൂലയിൽ വെളുത്ത പ്രകാശത്തിന്റെ ഒരു ലംബമായ മങ്ങൽ. എല്ലാ ഫോട്ടോകളിലും അത് ഉണ്ടായിരുന്നു. വ്യത്യസ്ത ലെൻസുകൾ, വ്യത്യസ്ത ദിവസങ്ങൾ, പക്ഷേ അതേ പ്രേതതുല്യമായ ആ വര. ഞാൻ അതിൽ ഭ്രാന്തമായ രീതിയിൽ മുഴുകിപ്പോയി. അതിന്റെ ഉറവിടം കണ്ടെത്താനായി ഞാൻ വീണ്ടും ആ തുറസായ സ്ഥലത്തേക്ക് പോയി. അപ്പോഴാണ് ഞാൻ അത് അനുഭവിച്ചത്. എന്റെ കഴുത്തിന് പിന്നിൽ ഒരുതരം വിറയൽ. ഞാൻ വലത്തോട്ട് നോക്കി. അവനെ കണ്ടു. ഉയരമുള്ള, തിളങ്ങുന്ന ഒരു മനുഷ്യരൂപം. അവൻ ഒരു ഫിർമരത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഞാൻ അവനെ നേരിട്ട് നോക്കിയ നിമിഷം അവൻ അപ്രത്യക്ഷനായി. ഉത്തരങ്ങൾ തേടി ഞാൻ പ്രാദേശിക റേഞ്ചർമാരുടെ അടുക്കൽ പോയി. അവർക്ക് അത്ഭുതം തോന്നിയതായി കണ്ടില്ല. അവർ അവനെ തലകീഴായ മനുഷ്യൻ എന്ന് വിളിച്ചു. നിയമം ലളിതമായിരുന്നു: അവനെ ശ്രദ്ധിക്കരുത്, അവനുമായി ഇടപെടരുത്, എന്തുതന്നെയായാലും അവനെ തിരഞ്ഞു പോകരുത്. പക്ഷേ ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. കാണപ്പെടാത്തവയെ പകർത്തുകയാണ് എന്റെ ജീവിതം. ഞാൻ ആ മുന്നറിയിപ്പ് അവഗണിച്ചു. ഞാൻ അവനെ വേട്ടയാടാൻ തുടങ്ങി. ആരോ നിരീക്ഷിക്കുന്നു എന്ന തോന്നൽ വരുന്നതുവരെ ഞാൻ കാത്തിരുന്ന് കാഴ്ചയുടെ അതിരുകളിലേക്ക് ഫോട്ടോകൾ എടുത്തു. എന്റെ ഫോട്ടോകളിലെ ആ വെളുത്ത മങ്ങൽ കൂടുതൽ വിപുലമായി, കൂടുതൽ തിളക്കമുള്ളതായി, കൂടുതൽ ആക്രമണകാരിയായി. പിന്നീട് എന്റെ ക്യാമറ പ്രവർത്തനരഹിതമായി. ഓരോ ഫോട്ടോയും വെളുത്ത നിറത്തിലുള്ള ഒരു ശൂന്യമായ സ്ക്രീനായി മാറി. അവൻ ലെൻസിനെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. ഞാൻ അവിടെ നിർത്തിയില്ല. എന്റെ കണ്ണുകൾ കൊണ്ട് അവനെ കാണാൻ ഞാൻ ശ്രമിച്ചു. അപ്പോഴാണ് ആ മങ്ങൽ എന്റെ കാഴ്ചയിലേക്ക് മാറിയത്. എന്റെ വലത്തു കണ്ണിന്റെ മൂലയിൽ ഒരു ചെറിയ പാൽ നിറത്തിലുള്ള മങ്ങൽ. ഞാൻ അവനെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോഴെല്ലാം അത് വലുതായിക്കൊണ്ടിരുന്നു. ഞാൻ വൈകി തിരിച്ചറിഞ്ഞു. അവൻ കാഴ്ചയിലെ ഒരു വേട്ടയാടുന്ന അന്ധമായ ബിന്ദുവാണ്. അവനെ കാണാൻ ശ്രമിച്ചതിലൂടെ എന്റെ കാഴ്ചയിലേക്ക് അവന് ഞാൻ ഒരു വാതിൽ തുറന്നു നൽകുകയായിരുന്നു. ഞാൻ പരിഭ്രാന്തനായി വനത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. എന്റെ കൈവശമുണ്ടായിരുന്ന എല്ലാ മെമ്മറി കാർഡുകളും ഹാർഡ് ഡ്രൈവുകളും ഞാൻ കത്തിച്ചു കളഞ്ഞു. പക്ഷേ അത് ഫലിച്ചില്ല. അവൻ എന്റെ കൂടെ വീട്ടിലേക്ക് വന്നു. അവൻ ഇപ്പോൾ ഇവിടെയുണ്ട്, എന്റെ കാഴ്ചയുടെ അതിരുകളിൽ തിളങ്ങുന്നു. ഞാനിപ്പോൾ നിരന്തരമായ ഒരു നിഷേധത്തിന്റെ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. കാരണം ഞാൻ ഒരിക്കൽ കൂടി അവനെ നോക്കിയാൽ ആ വെളുത്ത മഞ്ഞ് എന്റെ ബാക്കിയുള്ള കാഴ്ചയെയും കവർന്നെടുക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്കും ആഴത്തിലുള്ള വനങ്ങളിൽ ആരോ നിങ്ങളെ നിരീക്ഷിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിക്കുക. മറുഭാഗത്തേക്ക് നോക്കുക. ചില കാര്യങ്ങൾ കാണാൻ ഉള്ളതല്ല.